സോ ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റയർ ഗെയിമർ. അപ്പോൾ പിന്നെയും നമ്മുടെ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ അന്ന് കുറേ മൂഞ്ചി, എന്നിട്ട് പിന്നെ ഒരു വീഡിയോ എടുത്തു, എന്നിട്ട് കുറേ പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് വെച്ചൊരു അതിന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൾട്ടിപ്ലെയർ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ ഗെയിം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നു. നമ്മൾ കളിക്കണ ഇതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇതിൽ തന്നെ കൊടുത്തിരിക്കണ ഒരു ഗോഡ് സീഡ് ഒരു മാപ്പാണ്, സർവൈവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെയും അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് കാണുന്നുണ്ട്. പിന്നെ നല്ല മാപ്പാണെന്ന് വിചാരിക്കുന്നു. വില്ലേജ് ഉണ്ട്, അവിടെ എന്തെങ്കിലും വീട് എടുക്കണം നമ്മൾ. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ചെസ്റ്റ് കാണുന്നുണ്ട്, തുറക്കുന്നതിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ബ്രൗൺ മഷ്റൂം ഉണ്ട്, ആപ്പിൾ ഉണ്ട്, സാൽമൺ സ്റ്റിക്ക് എന്താ എനിക്കറിയില്ല, ഓക്ക് പ്ലാങ്ക്സ് ഉണ്ട്, ഓക്ക് പ്ലാങ്ക്സ് തന്നെ, വുഡ് ഉണ്ട്, പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോൺ പിക്ക് എക്സ് ആണോ എനിക്കൊരു സംശയമുണ്ട്. സ്റ്റോൺ ആണോ വുഡാണോ? സ്റ്റോൺ ആണെന്ന് തോന്നുന്നു കേട്ടത്. സ്റ്റോൺ പിക്ക് എക്സ് ആണെന്ന് തോന്നുന്നത്. എന്തിങ്ങനെ ചിലപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, അതിനോട് സൈഡിലേക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്രെഡ് ഉണ്ട്, ഓക്ക് സാപ്ലിങ്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കാം. അപ്പോൾ എനിക്കറിയില്ല ചെയ്യാൻ പറ്റുമെന്ന്, നമുക്ക് നോക്കാം. ഓക്കെ, ബ്രെഡ് വെച്ചു. പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു, ബ്രെഡോ പൊട്ടാറ്റോ എന്തോ ആണ്, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ബ്രെഡോ പൊട്ടാറ്റോ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ടൊരു പിടിയില്ല. ഓക്കെ, ഇവിടെ കുറേ പന്നികളുണ്ട്. തൽക്കാലം നമുക്ക് ലാമ്പ് ഒന്ന് എടുക്കാം. ഇനി നമുക്ക് പോകേണ്ടത് ഒരു വീട് കണ്ടുപിടിക്കണം. ഞാൻ വിചാരിക്കണം നമുക്ക് മേലെ വ്യൂ കാണിക്കണില്ലേ, മേലെ നമുക്ക് നോക്കാം. മേലത്തെ വീടാണെങ്കിൽ എന്താ പറയുക, വേറൊന്നുമില്ല, എന്നാലും ഈ വീട് തന്നെ എടുക്കാം. 2 ഡോറുള്ളത് ഒന്ന് തുറക്കോ? തുറന്നു. ചെസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അടച്ചിടുക തൽക്കാലം ഡോറൊന്ന് അടച്ചിട്. ഓക്കെ, പിന്നെ ഓക്കെ കഴിഞ്ഞു. പിന്നെ ചെസ്റ്റ് തുറക്കണം. ചെസ്റ്റ് അത് വിളിച്ച തുറന്നു. ഇതിൽ കുറേ ആപ്പിൾസ് ഒരു സാക്കുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചൊക്കെ വയ്ക്കാം. ഒരുമിച്ച് എല്ലാ ആപ്പിൾസ് ഇരുന്നോട്ടെ, ബാക്കിയുള്ള ആപ്പിൾസ് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാം. ആപ്പിൾസ് അവിടെ ഇരുന്നുണ്ട്. സാൽമണും മഷ്റൂമും ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. അതായിരിക്കും നല്ലത്. സാൽമണും മഷ്റൂമൊക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. സാൽമൺ, പിന്നെ ബ്രൗൺ, അതൊന്ന് മാപ്പാന്ന് തോന്നുന്നു, എനിക്ക് എന്താ അറിയില്ല കേട്ടോ. അത് ഈ മാപ്പ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അതെനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല, നമ്മൾ നോക്കുന്നതായിരിക്കും. ബ്രെഡ് എടുത്ത് വയ്ക്കണം. ബ്രെഡ് ഇരുന്നോട്ടെ നമ്മളുടെ കയ്യിൽ, ഇപ്പോൾ നമുക്ക് കഴിക്കണമെന്നല്ല. പൊട്ടാറ്റോ എടുത്ത് വയ്ക്കാം. പിന്നെ എന്തൊക്കെയാണ് എടുത്ത് വയ്ക്കേണ്ടത്? വേറൊന്നും എടുക്കണം. നമുക്ക് വുഡൊക്കെ ആവശ്യമുള്ള സാധനം, അതുകൊണ്ട് ഒക്കെ വെക്കണം. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. വെയിറ്റ് ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. പക്ഷെ എൻ്റെ സ്റ്റോൺ പിക്കാക്സ് മാക്സ് ഇരിക്കണില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ സ്റ്റോൺ പിക്കാക്സ് മാക്സും എൻ്റെ കയ്യിലിരിക്കുന്നില്ല. ഇൻവെൻട്രി പോകണമെങ്കിൽ ചെസ്റ്റ് ഓപ്പൺ ആക്കണം. ചെസ്റ്റ് ഓപ്പൺ, അതേ ഇരിക്കണോ? അതുകൊണ്ട് മേലേക്കേറ്റ് വെച്ചോ. അവിടെ വരണം, പിന്നെ അവിടെ വരണം. ഓക്കെ, റെഡിയായി. അത് റെഡി ആയിട്ട് നമുക്ക് കുറച്ച് വുഡ് എടുക്കാൻ പോവാം. തുറക്ക്. അടച്ചിട്ടു. നമുക്ക് പോവാം. അവിടെ തുറക്കാം. ഇവിടെ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഈ തൽക്കാലം ഇവിടെ നിന്ന് സ്ഥലം വിടാം. തൽക്കാലത്തിന് പെട്ടുപോയി. സ്ഥലം വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വുഡ് അവിടെ കുറേ ട്രീസ് ഉണ്ട്. അങ്ങോട്ടൊന്ന് പോവാട്ടാ. അങ്ങോട്ട് പോയിട്ട് കുറച്ച് വുഡ് എടുത്തിട്ട് വരാം. കമോൺ, ലെറ്റ്സ് ഗോ.
അപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുക വളർത്തണ വരെ നടന്നുകൊണ്ടിരുന്നു. നമുക്ക് വുഡ് എടുക്കാൻ പോകണം. വേഗം ഓടിക്കോ. വേഗം വുഡ് എടുത്തിട്ട് അടുത്ത പരിപാടി ചെയ്യാനുള്ളതാ. ഓടിക്കോ നിർത്താതെ ഓടിക്കോ. വുഡ് ഇടുക്ക് ആക്സ് എടുത്ത് വെട്ടിക്കോ. വെട്ടി എടുത്തു. വെട്ടി വെട്ടിക്കൊണ്ടേയിരുന്നു. തിരിച്ചു പോവാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തിരിച്ചു പോവാം. വേഗം തിരിച്ചു പോയാൽ കുറച്ച് സമാധാനം കിട്ടാം. വേഗം പോയിക്കോ. എന്താ ഏടാ? അയ്യോടാ, ഒന്ന് മാറ്റോ? താങ്ക് യു. കഴിഞ്ഞില്ലേ, ഒന്ന് മാറ്റടോ ഒന്ന് എടുത്തിട്ട്. എൻ്റെ മോനെ, ഓടിക്കോ വേഗം. മതി വുഡൊക്കെ എടുത്ത് മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ വേഗം ഉണ്ടാക്കുക. എന്നിട്ട് ഓടിക്കോ തിരിച്ചിട്ട്. സമയമില്ല, വേഗം പോയിട്ട് പണിയുള്ളതാ. വീട്ടിലേക്ക് തിരിച്ചോടിക്കോ. വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇപ്പം സമയമൊന്നുമില്ല. വേഗം ഓടിക്കോ. സമയമില്ല. നമുക്ക് പോയിട്ടാണ് കുറേ പരിപാടികളുണ്ട്. വേഗം നടക്കുക. നമുക്ക് സമയമില്ല. നടന്നുകൊണ്ടേയിരിക്കണം. പിന്നെ നിങ്ങൾ പറയണം കേട്ടോ, മൾട്ടിപ്ലെയർ ഇടണമെന്ന്. അപ്പോൾ നമ്മൾ കളിക്കുന്നത്. അടുത്ത വീഡിയോ എന്തായാലും വേറെ എന്തെങ്കിലും ഗെയിമായിരിക്കും. എന്തായാലും വേറെ എന്തെങ്കിലും ഗെയിമായിരിക്കും. അപ്പോൾ ഇത് നോക്കണ്ട. വേഗം ഓടിക്കോ വീട്ടിലേക്ക്. സമയമില്ല. വീഡിയോ ഇപ്പം തന്നെ നല്ല വലിപ്പമുള്ള വീഡിയോ. എനിക്കിനി വലിപ്പാക്കേണ്ട വീഡിയോ ആണ്. അതുകൊണ്ട് വേഗം ഓടാ. ഇതാണോ? അല്ല ഇതാണോ? വെയിറ്റ്, ഇതാണെന്ന് തോന്നുന്നു. വെയിറ്റ്, ഓപ്പണാ. അല്ല ഇതല്ല. ഒന്ന് മാറ വില്ലേജറേ. അമ്മ വന്നിരിക്കണു. ഇതുമല്ല. പിന്നെ അത് ഇവിടെ എന്തെങ്കിലാണോ? അല്ലല്ലോ. ഇതാണോ? അത് ഇത് തന്നെ. അയ്യോ, 2 ഡോറുള്ള വീടാടാ. ഞാൻ എന്താണ് ഇങ്ങനൊക്കെ മറന്നു പോണേ? 2 ഡോറുള്ള വീടാ. ഞാൻ എന്താ പോട്ടെ, വാലടച്ചിടുക. വേറെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? നമുക്കിനി ഫർണസ് വേണം. അതിന് മുന്നേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കട്ടെ. പോയി നമുക്ക് വേഗം ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് പണി തുടങ്ങാം. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമുക്ക് രാത്രി ആകുമ്പോൾ ഇവിടെ വരുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മൈൻഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് വെക്കണം. പ്ലാങ്ക്സ് ഉണ്ടാക്കി വെച്ചെന്ന് തോന്നുന്നു. വുഡൻ സ്വാഡ് ഇപ്പോൾ ഉണ്ടാക്കണില്ല. പുറത്തേക്ക് പോയ ശേഷം അടുത്തടച്ചിടാം. എങ്കിൽ ഏതെങ്കിലും ഒരു കുരങ്ങ വന്ന പണി ഉണ്ടാക്കും. നമുക്കിനി എന്താ ചെയ്യണ്ടേ? രാത്രി ആവാറായോ? എന്ന് തോന്നുന്നു കേട്ടോ. രാത്രി ആവാറായി തുടങ്ങി. ഇതുള്ളൊന്നുമില്ല. തിരിച്ചു പോവാം. എടാ പൂട്ടിക്കളഞ്ഞോടവനെ മണ്ടോൻ. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നോടാ. അവിടെ പിക്കാക്സ് അവനെ കൊല്ലടാ. നിങ്ങളെ വെറുതെ അടിച്ചു വിടുക. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നോടാ. അവിടെ പിക്കാക്സ് എടുത്ത് വെട്ടി കൊല്ലടാ. കൊരങ്ങനെ വിട്ട് വേഗം. എടാ, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങുന്നവരെ അടിക്കാൻ പാടുകയില്ല. പിന്നെ പിച്ച് നിർത്തുന്ന അടിക്കോടെ ഞാൻ. അവിടെ നിൽക്കണം നീ. അവന് കിടന്നുറങ്ങണു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കൊല്ലാൻ നോക്കുമ്പോൾ ഇരുത്തം കിടന്നുറങ്ങുന്നു. മണ്ടൻ. രാത്രി ആവാറേ വാലടച്ചിട്ടോ. അല്ലെങ്കിൽ സ്കെൽറ്റൻസ് വന്ന് എന്നെ കടുപ്പിക്കും. അതെനിക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ മഴ ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ലൈക്ക്.
അഭിപ്രായം. നമുക്കിപ്പോൾ മൈൻഡ് ചെയ്ത് തുടങ്ങാം, അതായിരിക്കും നല്ലത്. മൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ മൈൻഡ് ചെയ്തിട്ട് പിന്നെ സാധനം എടുക്കുക. അപ്പോൾ സേഫ്റ്റി ഇരിക്കും, ആരും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോൾ സ്കെൽറ്റൻസിനൊന്നും കാണുന്നില്ല, വന്നിട്ടില്ലാന്ന് തോന്നുന്നു, അറിയില്ല. സ്കെൽറ്റൻസിനെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തെങ്കിലാവട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത്രയും ക്രൗച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരി, എനിക്കറിയട്ടെ, ഞാൻ ചെയ്തേനേട്ടാ. എനിക്കറിയണ്ടായിരുന്നില്ല അത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് എന്തെങ്കിലാവട്ടെ, ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് മൈൻഡ് ചെയ്യണം, പക്ഷേ മൈൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് വെയിറ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. കണ്ടില്ലേ, മൈൻഡ് ചെയ്തു. പിന്നെ ഇവിടെ 2 ട്രാപ്പ് ഡോർസ് വെച്ചു. ഈ ടൈൽസ് കാണുമ്പോൾ ചെറിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് 2 ട്രാപ്പ് ഡോർസ് കേട്ടോ. അതാണ് ട്രാപ്പ് ഡോർസ്. അപ്പോൾ അത് തുറന്ന് നമ്മളെ മൈൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഫുൾ ഒരു കാണിച്ചു തരാം. ലൈക്ക് അത്ര രസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. നമുക്കിപ്പോൾ ഫർണസ് ഉണ്ടാക്കി ഉണ്ട്. ഫർണസ് ഇല്ലേ, ഫർണസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കണം, എന്നാൽ ഓക്കെ ആവും. ഓക്കെ, ഫർണസ് എടുത്ത് വെക്കണം ഇവിടെ. ഫർണസ് എടുത്തിട്ട് അവിടെ ആ വുഡ് ഇങ്ങോട്ട് എടുത്ത് മാറ്റും. വുഡ് ഇങ്ങോട്ട് എടുത്തിട്ട് ഡേർട്ടാണല്ലോ ഇത്, സോറി. മറ്റേ ഫർണസ് അങ്ങോട്ട് വയ്ക്ക്. ഒരു ചാലഞ്ച്, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ തൽക്കാലം ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം. കാര്യം ചെയ്യുന്നത്, നമുക്ക് ഈ ചെസ്റ്റ് വലുതാക്കണം എന്നുണ്ട് എനിക്ക്, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യണില്ല, കാരണം സമയമില്ല. അതുകൊണ്ട് നമ്മളുടെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ ബെഡിൻ്റെ സൈഡിൽ വയ്ക്കാം നമുക്ക്. ഫർണസ് ഇവിടെ ഇരുന്നോട്ടെ, ഫർണസ് ആ വുഡിൻ്റെ മേലെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഫർണസ് അവിടെ ഇരുന്നോട്ടെ. ഇരുന്നു. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം നമുക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉള്ളിലേക്ക് പോയോ. അപ്പോൾ നമ്മളിവിടെ ഫർണസ് സെറ്റാക്കിയിട്ട് നമുക്ക് കുറച്ച് ഫുഡ് വേണം. അതിന് മുന്നേ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ഒന്ന് വയ്ക്കാം. അത് ഇറക്കണമെങ്കിൽ നമ്മൾ ഇൻവെൻട്രിയിലേക്ക് പോകണം. ഇവിടെയല്ല മാറ്റ്, ചെസ്റ്റ് നെക്ക്. എന്നിട്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ആ ഡേർട്ടി ഇരിക്കണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്ക്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചോ. കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു, എല്ലാം റെഡിയായി ഉണ്ട്. ഈ കാര്യം പറയട്ടെ, നമുക്ക് ഇനി നമ്മൾ മരിച്ചാൽ നമുക്ക് ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റും. ഈ ബെഡിൽ നമ്മൾ സ്പോൺ ചെയ്യാം, നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വീട് തന്നെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീറ്റ് വേണം. അതിന് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മീറ്റ് വേണം, എന്നാലാണ് കഴിക്കാൻ പറ്റുള്ളൂ. കഴിച്ചിട്ട് വേണമല്ലോ അടുത്തത് പണി ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇതേ പശു, എടാ ഒന്ന് മാറുമില്ലേ ചെറിയ, അതൊന്ന് തട്ടിക്കോട്ടെ. വെയിറ്റ്, നമുക്ക് ഈ പശുവിനെ ട്രേഡ് ചെയ്താലോ? ട്രേഡ് നിൽക്കാം. നമുക്ക് എമറാൾഡ് തീരും കൊടുക്കണ വരുമോ? ഇതിൽ എമറാൾഡൊന്നുമില്ല. എമറാൾഡായോ? ഞാനില്ല. അതും കവിനൊന്നുമില്ല കിട്ടാ. എനിക്ക് കവിന മതി. തരുമോ? എനിക്ക് കുറച്ച് മീറ്റ് വേണം. കിട്ടി. 2 അടിക്കുള്ളൂ. കമോൺ, ലെറ്റ്സ് ഗോ. പോയിട്ട് കുറച്ച് ഫർണസിലിട്ട് കുറച്ച് ചൂടാക്കി വയ്ക്കണം. എനിക്കറിയാത്ത ഈ ഫർണസിൽ നമുക്ക് മൈൻ ക്രാഫ്റ്റിലെ പോലെ കോള് വേണമെന്നാണ്. കോള് വേണമായിരിക്കും, എനിക്കറിയില്ല ഇതിൽ. ഞെക്കിക്കോ. എടാ ഫ്യൂവല് വേണം. ഇൻപുട്ട് നമുക്ക് മീറ്റാന്ന് അറിയാം, പക്ഷെ ഫ്യൂവല് റിസൾട്ട് സ്റ്റീക്ക് കിട്ടാം നമുക്ക്. ഫ്യൂവൽ എന്താ? തൽക്കാലം ഇപ്പോൾ ഒരു വുഡ് എടുത്ത് കൊടുത്താലോ? ആയോ? എടാ ആവണ്ടാ. എടാ അതേടായി, ഇതേ കറക്റ്റായിട്ടൊക്കെ ആയി. ഇതേ ആവുന്നുണ്ട്. സ്റ്റീ കിട്ടി. ലെറ്റ്സ് ഗോ. ഇതെന്താ? ആഡാണോ? മോനെ, എടാ എനിക്കിനി വേണ്ട.
എനിക്കിനി ആഡ് വേണ്ട, എനിക്കിനി തീരെയും ആഡ് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഫർണസിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റീക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റീക്ക് നമുക്ക് എടുക്കാം. സ്റ്റീക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ലത് കഴിച്ചാൽ ഇപ്പോൾ തന്നെ വേണ്ട. നമുക്ക് ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഒക്കെ റെഡിയാണ്. ഡിസ്കോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ ചെയ്യണ്ടേ, ഇനിയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ നിർത്താറേ, അതുകൊണ്ട് ഞാൻ കാര്യം പറയാം. ഇനി സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്താനല്ല, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് എല്ലാവർക്കും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.